ഹായ് ഓൾ. അപ്പോൾ ഇന്ന് എൻ്റെ വീക്ക്ലി അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർട്ട് യൂറോ യു എസ് ഡി ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂറോ യു എസ് ഡി കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മളൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തേഴ്സ്ഡേ ആണ് ഈ ഒരു ട്രേഡ് എടുത്തത്. അപ്പോൾ ഞാൻ ഇനിയും അപ്സൈഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പറയും അടുത്തായിട്ട് ജി ബി പി യു എസ് ഡി. അപ്പോൾ ജി ബി പി യു എസ് ഡി കഴിഞ്ഞ വീക്കിൽ ഈ ഒരു ന്യൂസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലൊരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമായിരിക്കും പുതിയ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത പെയർ നോക്കാം, യു എസ് ഡി ജെ പി വൈ. യു എസ് ഡി ജെ പി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി കൺഫർമേഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെൽ സൈഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോൾഡ് ഓൾസോ റെസിസ്റ്റൻസ് ചെയ്യുന്ന റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എ യു ഡി ജെ പി വൈയും അപ്സൈഡ് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് പ്രൈസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ റിവേഴ്സൽ ചെയ്യുന്ന നല്ലൊരു പൊസിഷൻ ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്സൈഡ് തൊട്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള അപ്പോൾ ആ ഒരു 100.000 എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ എത്ര ട്രേഡ് ഉണ്ടായിരുന്നു, അതിൽ എത്ര ട്രേഡ്സ് ഞാൻ മിസ് ചെയ്തു, അപ്പോൾ അതിൽ എത്ര ട്രേഡ് ടാർജറ്റ് പോയി, എത്ര ട്രേഡ് സ്റ്റോപ്പ് ലോസ് വന്നു, അപ്പോൾ അങ്ങനെ കുറച്ച് ഡേറ്റാസ് എടുത്ത് അങ്ങനെയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ അപ്കമിങ് വീക്കിലോട്ടുള്ള ലെവൽസും നോക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീക്കെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് ലൈവ് സെഷനൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.